ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിന് സ്വർഗം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണല്ലോ ഈ ശുശ്രൂഷ. പ്രത്യേകമായിട്ട് 5 നിയോഗങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകമായിട്ട് പകർച്ചവ്യാധിയിൽ നിന്ന് മോചനം, ആത്മാക്കളെ രക്ഷ, സഭയുടെ നവീകരണം, കുടുംബങ്ങളുടെ വിശുദ്ധീകരണം, കർത്താവേ ലോക സമാധാനത്തിന് വേണ്ടി ശാലോം ശുശ്രൂഷയോട് ചേർന്ന് അനേകം വ്യക്തികൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കോൺവെന്റുകളിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളിലും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി കരങ്ങൾ രണ്ടും ഉയർത്തി, സ്വരമുയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവര് യേശുവേ എന്ന് വിളിക്കണം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാൻ പറ്റുന്നവര് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, ഓ പരിശുദ്ധാത്മാവേ, ഈ റോസരി വാർ ശുശ്രൂഷയിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന സകല കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും എല്ലാ വ്യക്തികളെയും ലോകം മുഴുവനെയും സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖമാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. ചേർന്ന് സന്തോഷത്തോടെ പാടിക്കേ. നിറഞ്ഞു കവിയണമേ, ഭവനത്തിലായിരിക്കുന്നവര്, യാത്രയിലായിരിക്കുന്നവര്, യൂട്യൂബിലൂടെ ശുശ്രൂഷ കാണുന്നവര്, ഫേസ്ബുക്കിലൂടെ കാണുന്നവര്, ശാലോം ടിവിയിലൂടെ കാണുന്നവര് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞ് കവിയണമേ, കവിഞ്ഞൊഴുകണമേ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കൾക്കും ഈശോയുടെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ശാന്തമായിട്ട് നമ്മൾ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ആത്മാവിന്റെ രക്ഷയാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം. ഈശോ പറയുകയാണ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്തു പ്രയോജനം? ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലൊന്ന് കുറിച്ചിടണം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്തു പ്രയോജനം? കത്തോലിക്ക സഭ കണ്ട അതിശക്തനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാദ്രി പിയോ. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. ഒരിക്കൽ വിശുദ്ധൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ വന്നപ്പോൾ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഒരാത്മാവിൻ്റെ വില എത്രയാ? ഉടനെ ഈശോ കാണിച്ചു കൊടുത്തു, ഈ സൃഷ്ടപ്രപഞ്ചത്തെ ഒരു ത്രാസിലേക്ക് ഇട്ടു, മറുവശത്ത് ഒരു മനുഷ്യനെ കൊണ്ട് നിർത്തി. അപ്പോൾ ഈ പാദ്രി പിയോ കാണുകയാണ്, സൃഷ്ടപ്രപഞ്ചം നിൽക്കുന്ന ഈ ത്രാസ് ഉയർന്നു നിൽക്കുന്നു, മനുഷ്യൻ നിൽക്കുന്ന ഈ ത്രാസ് താഴ്ന്നു നിൽക്കുന്നു. എന്നിട്ട് ഈശോ പാദ്രി പിയോട് പറയുക, ഈ സൃഷ്ടപ്രപഞ്ചത്തെക്കാളും വിലയുണ്ട് ഒരാത്മാവിന്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ കുരിശിൽ 3 ആണിമേൽ തൂക്കപ്പെട്ട് ശരീരം അടിച്ച് കീറി 72 മുള്ളുകള് ശിരസിൽ അണിഞ്ഞ് അപമാനിക്കപ്പെട്ട് ഉടുതുണി പോലെ ഉരിഞ്ഞിട്ട് നഗ്നനായി കുരിശിൽ കിടന്ന് പിടയുമ്പോൾ ഈശോ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ഈശോ പറഞ്ഞില്ലേ, കുരിശിൽ അവസാന ശ്വാസം എടുക്കുമ്പോൾ ഈശോ പറഞ്ഞൊരു വാക്യമുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. പച്ചവെള്ളത്തിനുള്ള ദാഹമല്ല. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ യോഹന്നാൻ 7:37 ഈശോ പറഞ്ഞില്ലേ, തിരുനാളിന്റെ മഹാദിനത്തിൽ ഈശോ പറഞ്ഞൊരു വാക്കില്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കാൻ പറഞ്ഞ ഈശോ മിശിഹ ഇതാ കുരിശിൽ കിടന്ന് പിടയുമ്പോ ഈശോ പറയുക, എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിന് ദാഹമല്ല, നശിച്ചു പോകുന്ന ആത്മാക്കളുടെ ദാഹം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭ
ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭ സ്ഥാപിച്ചതും എന്നെയും നിങ്ങളെയും കുടുംബജീവിതക്കാരനായിക്കോട്ടെ, വൈദികരായിക്കോട്ടെ, സമർപ്പിതരായിക്കോട്ടെ, ഏകസ്ഥരായിക്കോട്ടെ, ഏത് ജീവിതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ക്രിസ്തുവിന്റെ സഭയിൽ അംഗമായ ഓരോ മക്കളുടെയും വലിയ ദൗത്യമാണ് ആത്മരക്ഷ. നമുക്കറിയാം, ഒരു കൊച്ചു ജനിക്കുമ്പോൾ ഒരപ്പനും അമ്മയ്ക്കും ഒരു സ്വപ്നമുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, ഇവനൊരു വൈദികനാകണം, ഇവനൊരു സയന്റിസ്റ്റ് ആകണം, ലോകം അറിയപ്പെടുന്ന വ്യക്തിയാകണം, ബിസിനസ്സുകാരനാകണം. ഇത് ഓരോ അപ്പൻ്റെ അമ്മയുടെയും സ്വപ്നമാണ്. ഏത് കുഞ്ഞ് ജനിക്കുമ്പോഴും അപ്പനും അമ്മയ്ക്കും മാതാപിതാക്കൾക്കും ഒരു സ്വപ്നമുണ്ട്. ഇതുപോലെ തന്നെ ഒരു ആത്മാവ് ഈ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തില് ഒരു കുഞ്ഞുരുവാകുമ്പോൾ, ഈ കുഞ്ഞിന് ആത്മാവ് ലഭിക്കുമ്പോൾ, മാമോദീസ വഴി സഭയിലൂടെ ഈ കുഞ്ഞിന് ആത്മാവിനെ വീണ്ടും കിട്ടുമ്പോൾ, ഈ കുഞ്ഞിന് കിട്ടുന്ന ആത്മാവിനെയും ദൈവത്തിന്റെ ആത്മാവ് ചേരുമ്പോൾ ഈ ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലഷിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നില്ലേ, ദൈവം മനുഷ്യനെ നോക്കി അസൂയോടെ നോക്കുന്നത് ആ വ്യക്തിയുടെ ആത്മാവിനെയാണ്. അപ്പോൾ ഒരു കൊച്ചു ജനിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നമുണ്ട്. ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ്, ഒരു വ്യക്തി ഈ ഭൂമി ജനിക്കുമ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും പരിശുദ്ധ ത്രിത്വത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരാഗ്രഹമുണ്ട്. ഇവനെ വിശുദ്ധനാക്കണം, ഇവനെ വിശുദ്ധയാക്കണം, ഇവനെ വിശുദ്ധനാക്കണം, ഇവനെ വിശുദ്ധയാക്കി സ്വർഗത്തില് പുത്രനോടൊപ്പം പിതാവിനോടൊപ്പം പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുന്ന പരിശുദ്ധ അമ്മയും യൗസപിതാവും വിശുദ്ധരുമുള്ള കൂട്ടായ്മയിൽ കൊണ്ടുപോകണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സാത്താൻ ഈ കുഞ്ഞിനെ നോട്ടപ്പെട്ടിരിക്കുക. എനിക്ക് അവസാനം പറഞ്ഞു വിട്ടിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് എന്നോടൊപ്പം ഈ നശിക്കാൻ വേണ്ടി ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ പോരാട്ടമായി ഇന്ന് ലോകത്തിൽ നടക്കണ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മാവിന്റെ രക്ഷ. വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഈശോ പറഞ്ഞൊരു വാക്യമില്ലേ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ലോകം മുഴുവൻ ഇന്ന് കോവിഡ് ബാധയാൽ ഒത്തിരി ഭയത്തിലും ഭീതിയിലും കഴിയുക. ഞാനത് പറയുന്നത് ഇതൊരു ശാപമായിട്ട് നിങ്ങൾ കാണരുത്. കത്തോലിക്ക സഭയുടെ ചരിത്രമെടുത്താൽ 266 മാർപ്പാപ്പമാരിൽ 2 മാർപ്പാപ്പമാര് ഇതുപോലുള്ള മഹാമാരിയാലാണ് മരിച്ചുപോയത്. രോഗമുണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:33 ഈശോ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ഞെരുക്കമുണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല. രോഗമുണ്ടാകത്തില്ലെന്ന് ഈ ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല. ഈശോ ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. രോഗമുണ്ടാകും, കഷ്ടതയുണ്ടാകും, ഞെരുക്കമുണ്ടാകും, വേദനയുണ്ടാകും, പകർച്ചവ്യാധി ഉണ്ടാകും. കൃത്യമായി ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ രോഗം ആർക്കും വരാം. ഏത് ജീവിതാന്തസ്ഥയിൽപ്പെട്ടവർക്ക് രോഗം വരാം. ഞാൻ പറഞ്ഞല്ലോ, 2 മഹാമാരിയിൽ 2 വിശുദ്ധരായ മാർപ്പാപ്പമാര് സഭയിൽ നിന്ന് ഈ പകർച്ചവ്യാധിയാൽ വേർപെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ആള് AD 500 കാലഘട്ടത്തിൽ അന്ന് സഭയെ നയിച്ച പെലൂജിയൻ 2-ാമൻ മാർപ്പാപ്പ. അന്ന് ഇറ്റലിയിലും യൂറോപ്പിലും പടർന്നു പിടിച്ച പ്ലേഗ് മൂലമാണ് പെലൂജിയൻ 2-ാമൻ മാർപ്പാപ്പ മരിച്ചുപോയത്. 2-ാമത് മാർപ്പാപ്പ ബെനഡിക്റ്റ് 15-ാമൻ മാർപ്പാപ്പ. ബെനഡിക്റ്റ് 15-ാം മാർപ്പാപ്പ സ്പാനിഷ് ഫ്ലൂ, ലോകത്തിൽ 5 കോടി ആൾക്കാരെ ജീവനെടുത്ത, ലോകം കണ്ട ഏറ്റവും വലിയ മഹാമാരിയാണ് സ്പാനിഷ് ഫ്ലൂ. ഈ സ്പാനിഷ് ഫ്ലൂ വന്നപ്പോൾ ബെനഡിക്റ്റ് 15-ാമൻ മാർപ്പാപ്പ ഈ 15-ാം മാർപ്പാപ്പ ഈ രോഗത്തിലൂടെ കിടപ്പായി. പിന്നീട് രോഗം മാറി. എന്നാൽ ഇന്ന് കോവിഡ് വന്ന് അതിന് അനന്തരഫലമായി അനേകം വൈദികരും സമർപ്പിതരും ഒക്കെ മരിച്ചുപോയി. ഇതുപോലെ തന്നെ ഈ മാർപ്പാപ്പ ഈ മഹാമാരിക്ക് ശേഷമുള്ള രോഗത്തിന് അനന്തരഫലമായി മരിച്ചു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, രോഗമുണ്ടാകും, തകർച്ചയുണ്ടാകും. രോഗത്തിനും തകർച്ചയ്ക്കും വേദനയ്ക്കും നമ്മുടെ ആത്മാവിനെ തൊടാൻ പറ്റില്ല. എന്തിനാണ്? നമുക്കറിയാം, ദൈവം ഇതൊക്കെ അനുവദിക്കുന്നതിന് പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തകർച്ചയും രോഗവും സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ നമ്മൾ എളിമപ്പെടാൻ തുടങ്ങും. എളിമപ്പെടാൻ തുടങ്ങുന്ന വ്യക്തികൾക്ക് ആ എളിമയിലൂടെയാണ് നിത്യതയെപ്പറ്റി സ്വപ്നം കിട്ടുന്നത്. നമുക്കൊരു സ്വപ്നം വേണം. നമുക്കൊരു സ്വപ്നം ഉണ്ടാണ് നിത്യതയെപ്പറ്റി. വിശുദ്ധന്മാർക്ക് ആ സ്വപ്നം ഉണ്ടായിരുന്നു. നമുക്കൊരു 2 ദൃഷ്ടിയുണ്ട്. ഒന്ന് ദീർഘദൃഷ്ടിയും 2 ഹ്രസ്വദൃഷ്ടിയും. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലിരുന്ന് ഈ ഭൂമിയിലെ നേട്ടങ്ങൾ കൊയ്തെടുക്കുക. വലിയ ആളാകണം, അറിയപ്പെടുന്ന വ്യക്തിയാകണം, ഈ ലോകത്തിൽ വലിയ
വ്യക്തിത്വമായി മാറണം എന്നൊരു ചിന്തയിൽ ജീവിക്കുന്നവർ, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ധാരാളം മക്കളുണ്ട്, പ്രാർത്ഥിക്കുന്നവർ പോലുമുണ്ട്, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. എന്നാൽ രണ്ടാമത്തെ ദൃഷ്ടിയാണ്, അതായത് ദീർഘദൃഷ്ടി എന്ന് പറയും. ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലിരുന്ന് സ്വർഗത്തെ കാണും. അതാണ് 14-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഈ ഭൂമിയിലിരുന്ന് സ്വർഗത്തിന്റെ കൃപ കണ്ടെത്തിയ വ്യക്തിയാ. 21-ാമത്തെ വയസ്സിലാ അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായ ജോൺ ബെർക്കുമാൻസ് മരിച്ചത്. നിങ്ങൾക്കറിയാമോ, സഭയുടെ ചരിത്രത്തിൽ വലിയൊരു വിശുദ്ധനാണ്, 19 വയസ്സ് വരെ ജീവിച്ചുള്ളൂ, മാർട്ടിൻ ഡി പോറസ്. കറുത്ത വിശുദ്ധൻ എന്ന് പറയും. അപ്പനും അമ്മയും ഉപേക്ഷിച്ച് അനാഥനായ വ്യക്തി. പിന്നീട് ഒരു വൈദിക മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്തൊരു സന്യാസിയായി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കാലിത്തൊടുത്തി പണിതുകൊണ്ടിരുന്ന ആളാ. എല്ലാവരും മണ്ടെന്നാ പറയണത്. അദ്ദേഹം മുഷിഞ്ഞ ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ മരിക്കുന്നതിൻ്റെ ആ ദിവസം മാത്രം നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടു. അപ്പോൾ സുപ്പീരിയർ അച്ഛൻ ചോദിച്ചു, എന്താ ഈ മാർട്ടിനെ നീ ഇന്ന് നല്ല വസ്ത്രം ധരിച്ചത്? ഉടനെ മാർട്ടിൻ ഡി പോറസ് പറയാ, ഇന്ന് എൻ്റെ സ്വർഗീയ മണവാളനായ ഈശോ എന്നെ കൊണ്ടുപോകാൻ വരുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമിക്ക് പരാതിയില്ലാഞ്ഞത്. നമുക്കറിയാം, ഭരണിങ്ങാനത്തെ കോൺവെന്റിൽ 36 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. ഭരണിങ്ങാനത്തെ കോൺവെന്റിൽ സഹിച്ച് കിടന്ന അമ്മ മിക്ക ദിവസവും 50 പ്രാവശ്യമെങ്കിലും രക്തഛർദ്ദിക്കുമായിരുന്നു. അവസാനത്തെ 3 വർഷം 1 മണിക്കൂറേ ഉറക്കമുള്ളൂ. ഒരു പരാതിയും കൂടാതെ ഈ നിന്ദകളും ഈ അപമാനം കേട്ട് സഹിച്ചതിന് പിന്നിൽ നിത്യതയെ പറ്റി ബോധമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ രോഗങ്ങളും ഈ കഷ്ടതകളും നമ്മളെ തകർക്കാൻ പാടില്ല. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലഷിക്കുന്നതാണ്. ഇപ്പൊ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറിയാൽ 70-80 വയസ്സേ ഉള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1029 പേജിൽ സഭ പഠിപ്പിക്കുന്നു, ഏത് വ്യക്തി എവിടെ വെച്ച് മരിച്ചാലും അപ്പോൾ തന്നെ ഒരു വിധി നടക്കും. അതാണ് തനത് വിധി. തനത് വിധിയിൽ ഒന്നെങ്കിൽ നേരിട്ട് സ്വർഗം, അല്ലെങ്കിൽ ശുദ്ധീകരണം പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് വെച്ച് പരിഹാര പ്രാച്യുത്തങ്ങളും സഭയുടെ കൂട്ടായ്മയോട് ചേരാതെ ദൈവസ്നേഹത്തിൽ നിൽക്കാതിരിക്കുന്ന വ്യക്തികൾക്ക്, അങ്ങനെയുള്ള വ്യക്തികൾ നേരെ നരകത്തിലേക്ക് പോകും. സഭ പഠിപ്പിക്കുന്നു, ഈ ലോകത്ത് ശുദ്ധീകരണം പൂർത്തീകരിക്കാത്തവർക്ക് പർഗ്രട്ടി അഥവാ ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടുപോകും. സങ്കീർത്തന പുസ്തകം 90:10 പറയുന്നില്ലേ, മനുഷ്യന്റെ ആയുസ് 70-80 വയസ്സ്. പ്രഭാഷകന്റെ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുക. അതായത് മരിക്കും മുമ്പ് ഒരുവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. ഈശോയുടെ മക്കളെ, നമ്മുടെ സ്വത്തും ഈ സമ്പത്തും ഈ വീടും ഈ കാറും എല്ലാം ഇട്ടിട്ട് ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്തിൽ നിന്ന് വേർവിട്ടു പോകണം. അത് ഇന്നലെ നാളെ ഉറപ്പാ, നാളെ ഉറപ്പാ. സഭ കണ്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ. സ്പെയിനിലെ ചാൻസലറായിരുന്നു. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും സുന്ദരിയായ അറിയപ്പെടുന്ന ഒരു രാജകുമാരിയുണ്ട്, ഇസബെല്ല എന്ന് പറയും. വളരെ സുന്ദരിയായ വ്യക്തിയാ. ഈ വ്യക്തി മരിച്ചു, രോഗക്കിടക്കയിൽ കുറെ നാൾ കിടന്ന് മരിച്ചു. ഈ സമയത്ത് ചാൻസലറായ ഫ്രാൻസിസ് ബോർജിയ സ്പെയിനിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോയി. തിരിച്ചു വന്ന 10 ദിവസം കഴിഞ്ഞു. ചാൻസലർ വന്ന് ഈ പെട്ടി മരിച്ചിട്ട് ഒപ്പിടണം, എന്നാലേ രാജകുമാരിയാണ് അടക്കാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ചാൻസലർ വന്ന് ഈ സുന്ദരിയായ രാജകുമാരിയെ അടക്കിയിരുന്ന പെട്ടി പൊട്ടിച്ച് തുറന്നു നോക്കിയപ്പോൾ പുഴുവാണ് ചാടിയത്. അന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി, മനുഷ്യന്റെ മാംസം ചീഞ്ഞാൽ ഒരു മനുഷ്യന് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളുടെ ശരീരം അഴുകണം. ഇവിടെയാണ് കത്തോലിക്ക സഭയില് 200-ലധികം വിശുദ്ധരുടെ ശരീരങ്ങൾ അഴുകാതിരിക്കുന്നത്. വിശുദ്ധ ബെർണഡിത്ത, പരിശുദ്ധ അമ്മ മാതാവ് നേരിട്ട് കണ്ട ബെർണഡിത്തയോട് പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ ഞാൻ സുഖം തരുമെന്നും സൗഭാഗ്യം തരുമെന്നും പറയില്ല, പക്ഷേ നിത്യത നിനക്കുറപ്പാ. ആ വിശുദ്ധയുടെ ശരീരം 134 വർഷമായിട്ടും അഴുകാതിരിപ്പുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കള് സ്വർഗത്തിലെത്തണം, നമ്മുടെ ജീവിത പങ്കാളി സ്വർഗത്തിലെത്തണം, നമ്മുടെ മരുമക്കള് സ്വർഗത്തിലെത്തണം, നമ്മുടെ വൈദികർ സ്വർഗത്തിലെത്തണം. ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന. ഈ റോസറി പ്രയറിന്റെ 50 ലക്ഷം പ്രാർത്ഥനയിൽ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ശാലോം ശുശ്രൂഷയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവന്റെ മേലും ദൈവകരുണ ഉണ്ടാകാനും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. തുടർന്ന് പരിശുദ്ധ കുർബാന ഈ ബലിപീഠത്തിലേക്ക് ഉണ്ടെന്ന് എഴുന്നള്ളിച്ചു വെക്കാൻ പോവുക.
പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ ആരാധന നടത്താൻ പോവാ. പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ദൈവമക്കൾ ആരാധിക്കാൻ പോകാറോ. നമ്മുടെ കുടുംബത്തിൽ ആത്മരക്ഷ ഉണ്ടാകണം. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന കുടുംബങ്ങളെ വിടുവിക്കണം. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം. യേശുവേ, പുതിയൊരു ജന്മം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ ദിവ്യകാരുണ്യമേ ചൊരിയണമേ, പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, ഈശോടാത്മാവേ പുതിയൊരു ശക്തിയിലുണരാൻ പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. ഓ ദിവ്യകാരുണ്യമേ നിറഞ്ഞ് കവിയണമേ, ശിരസ് നമിച്ച് ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ കരങ്ങൾ രണ്ടും ഉയർത്തി ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമേ, സ്നേഹത്തിന്റെ കൂദാശയേ, കൂദാശകൾ കൂദാശയേ, പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. യേശുവേ, 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 ഈശോ കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈശോയേ, തകർന്നു പോയ വ്യക്തികൾ വിളിക്കട്ടെ, വേദനിക്കുന്ന മക്കൾ വിളിക്കട്ടെ, നിരാശപ്പെടുന്ന മക്കൾ വിളിക്കട്ടെ, വിശ്വാസം നഷ്ടപ്പെടുന്ന മക്കൾ വിളിക്കട്ടെ, ജീവിതം വഴിമുട്ടിയ മക്കൾ വിളിക്കട്ടെ. ഈശോ, യേശുവേ, കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുക, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, 4-ാം അധ്യായം 5-ാം തിരുവചനം, നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. നമ്മൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രത്യേകമായിട്ട് ശാലോം മിനിസ്ട്രിയോട് ചേർന്ന് റോസരി വാർ ശുശ്രൂഷയിൽ 50 ലക്ഷം ജപമാലയോട് ചേർന്ന് നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ആത്മരക്ഷയാ, തകർന്നുപോയവരുടെ ആത്മരക്ഷയാ. ഈശോ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് കാലിത്തൊഴുത്തില് പരിശുദ്ധ അമ്മ മാതാവിന്റെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച് 33 വർഷം രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് അവസാനം കുരിശിൽ കിടന്ന് പിടഞ്ഞ് എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞ് പിടഞ്ഞു മരിച്ച ഈശോ, 3-ാം നാൾ ഉത്ഥാനം ചെയ്ത ഈശോ, ഇനി വീണ്ടും വരുമെന്ന് ഉറപ്പായിട്ട് പറഞ്ഞ ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നത് അവന്റെ രാജ്യത്തിലാ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഒരു ക്രൈസ്തവന്റെ രാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാ. അതുകൊണ്ടാ പൗലോസ് ശ്ലീഹ പറയണത്, നമ്മുടെ പൗരത്വം ഫിലിപ്പി 3:20, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. നമ്മളെല്ലാവരും ഇന്ന് ആരാധനയെ പ്രാർത്ഥിക്കണം. ഇന്ന് ലോകത്തില് അനേകം തത്വചിന്തകൾ വന്നിരിക്കുക. ഈ ലോകത്തിൽ മാത്രം ജീവിതം. 1 കൊരിന്ത്യർ 15:19 ശ്ലീഹ പഠിപ്പിക്കുക,
ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാളും നിർഭാഗ്യവാന്മാരാ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധനയിൽ ഒത്തിരി സഹിക്കുന്നവരുണ്ട്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒത്തിരി തകർന്ന കുടുംബങ്ങളുണ്ട്. ഒരുപക്ഷെ വേദനിച്ച് മാറെ ക്യാൻസർ ഉള്ളവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്. നിരാശപ്പെടരുത് കേട്ടോ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, നമ്മുടെ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് തകർന്നുപോയി വിശ്വാസം നഷ്ടപ്പെട്ട അനേക യുവതിയുവാക്കന്മാരുണ്ട്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രക്തസാക്ഷികളും വിശുദ്ധന്മാരുമുള്ള ഈ സഭ, വിശുദ്ധന്മാര് പഠിപ്പിച്ചു, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതാണ് നിത്യജീവൻ, അതാണ് ആത്മരക്ഷ. ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടിയാ ഈശോ സഭ സ്ഥാപിച്ചത്. ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടിയാ ഈശോ കൂദാശ സ്ഥാപിച്ചത്. ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടിയാ ഈശോ ധ്യാന ശുശ്രൂഷ സ്ഥാപിച്ചത്. ആത്മരക്ഷയാണ് ഒന്നാം സ്ഥാനം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പ്രത്യേകമായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ട അനേകം മക്കൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവര് ക്രിസ്ത്യാനിയാണെങ്കിലും വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ദൈവവചനത്തോട് എതിർക്കുക, ദൈവവചനത്തോട് മല്ലടിക്കുക, കുദാശകളോട് മല്ലടിക്കുക. ഒരു വിശ്വാസം നഷ്ടപ്പെട്ട ഒരു മരവിച്ച ആത്മാവ് ഇന്ന് ലോകത്തിലുണ്ട്. നമ്മൾ ഇന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ പോവാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്. ശാലോം ശുശ്രൂഷയിൽ 50 അരക്കോടിയിലധികം ജപമാല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗം തന്ന ആയുധമാണ് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും. ഈ ആയുധം എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് പോരാടുന്നത്. റോസറി വാർ എന്ന് വെച്ചാൽ ആത്മീയ യുദ്ധം. സാത്താനെതിരെയുള്ള കർത്തമായ പടവാളാണ് ജപമാല, ദിവ്യകാരുണ്യം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നമ്മുടെ മനുഷ്യ ബുദ്ധിയില് ഒരു വ്യക്തി ഉപദേശം കൊടുത്താൽ മാറാൻ പറ്റില്ല. അവൻ എത്ര ഉപദേശിച്ചാലും അവന് മാറാൻ പറ്റും. എന്നാൽ നമ്മൾ മുട്ടിൽ നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. അതല്ലേ 18 വർഷമല്ലേ ഒരമ്മ, 18 വർഷമല്ലേ മോനിക്കാമ്മ ദേവാലയത്തിലെ ബലിപീഠത്തോട് ചേർന്ന് പൊട്ടിക്കരഞ്ഞ്, ഈശോയെ, എന്റെ മകൻ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന വിശ്വാസം നഷ്ടപ്പെട്ട സഭാവിരുദ്ധനായ ജഡികനായ എന്റെ മകനെ നീ നേടിത്തരണമെന്ന് ഒരമ്മ മോനിക്കാമ്മയുടെ കണ്ണുനീരിന് ഉത്തരവല്ലേ വിശുദ്ധ അഗസ്റ്റിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നവർ കരങ്ങൾ ഉയർത്തണം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ, പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, മുട്ടുകുത്തി കരങ്ങളൊന്ന് വിരിച്ചു പിടിക്കണം. ത്യാഗമെടുക്കാൻ പറ്റുന്നവർ ത്യാഗമെടുക്കണം. ഇതാ ദിവ്യകാരുണ്യം. എഫേസ്യർ 6:19 വചനത്തിലുള്ള ദൈവകൃപ ഇറങ്ങട്ടെ. കർത്താവേ, ലൂക്ക 6:19 യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് അത്ഭുത ശക്തി ബന്ധിച്ചിട്ടിരിക്കുന്ന വ്യക്തികളുടെ ആത്മാവിനെ വിടുവിക്കണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന ഈശോയെ, കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന ഈശോ, യേശുവേ, യേശുവേ, യേശുവേ. കരയാൻ പറ്റുന്നവർ കരയണം, നിലവിളിക്കാൻ പറ്റുന്നവർ നിലവിളിക്കണം. ചങ്കുപൊട്ടി വിളിക്കട്ടെ, കണ്ണുനീര് വീഴട്ടെ. ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിലവിളിക്കുക. മദ്യപാനത്തിന് അടിമപ്പെട്ട ഭർത്താവിന് വേണ്ടി നിലവിളിക്കുക. വിശ്വാസം നഷ്ടപ്പെട്ട കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസം നഷ്ടപ്പെട്ട തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവേ, യേശുവേ എന്ന് വിളിക്കുക. ഈ പാട്ടിന്റെ ഈരടിയോട് ചേർന്ന് ദിവ്യകാരുണ്യമേ, യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ എന്ന് വിളിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോ മിശിഹായുടെ അധികാര നാമത്തിൽ അവന്റെ ചങ്കിലെ കുത്തിത്തുളയ്ക്കപ്പെട്ട തിരുവിലാവിൽ ഒഴുകുന്ന കരുണയുടെ രക്തത്താൽ ഈ അത്ഭുത
വിടുതൽ സംഭവിക്കട്ടെ. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ദൈവ മക്കൾ വിടുവിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ 1 യോഹന്നാൻ 3:8 വചനത്താൽ, റോമ 16:20 വചനത്താൽ, മത്തായി 4:10 വചനത്താൽ, മർക്കോസ് 16:17-18 വചനത്താൽ, അപ്പോസ്തലന്മാർ 16:18 വചനത്താൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തികളെ വിടുവിക്കട്ടെ. മദ്യപാനത്തിന്റെയും പടക്കദോഷത്തിന്റെയും ജഡികഭാഗത്തിന്റെയും സ്വർഗരതിയുടെയും അവിഹിത ബന്ധത്തിന്റെയും മാഫിയ സംഘത്തിന്റെയും പൈശാചിക കെട്ടുകളിലെയും യേശുനാമത്തിൽ അഴിയട്ടെ. ഇന്റർനെറ്റ് അടിമത്തങ്ങൾ, ഗെയിമിന്റെ അടിമത്തങ്ങൾ, വിശ്വാസ പകർച്ചയുടെ അരൂപികൾ യേശുനാമത്തിൽ അഴിയട്ടെ. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, ഈശോയേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുടർന്ന് നമ്മള് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അമ്മ മാതാവിനോട് ചേർന്ന് ഈ റോസരി വാറിലേക്ക്, സാത്താനെതിരെയുള്ള ജപമാല യുദ്ധത്തിലേക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സിമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നോട് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദുഃഖത്തിൻ്റെ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വീർത്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ചൊല്ലി സമർപ്പിക്കുമ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും
സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മരണാസന്നരായിട്ടുള്ള എല്ലാ വ്യക്തികളെയും പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ പട്ടാളക്കാർ മുൾമുടി ധരിപ്പിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ
ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാമത്തെ ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശു വഹിച്ച് ഗാഗുൽത്താ മലയിലേക്ക് പോയി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകല്ലേ എന്നുള്ള നിയോഗത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി
ഈശോയുടെ തിരുവിലാവിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ രണ്ട് കള്ളന്മാരുടെ മധ്യേ കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുസഭയെ ഉപേക്ഷിച്ചു പോകുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ജപമാല സമർപ്പണം.
മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, സ്ലീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനേ, കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തയായ മാതാവേ, കളങ്കമറ്റ മാതാവേ, കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ, സതുപദേശത്തിന്റെ മാതാവേ, സ്രഷ്ടാവിന്റെ മാതാവേ, കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, രക്ഷകന്റെ മാതാവേ, ഏറ്റവും വിവേകമതിയായ കന്യകേ, വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, സ്തുതിക്ക് യോഗ്യയായ കന്യകേ, മഹാവല്ലഭയായ കന്യകേ, കനിവുള്ള കന്യകേ, ഏറ്റവും വിശ്വസ്തയായ കന്യകേ, നീതിയുടെ ദർപ്പണമേ, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ആധ്യാത്മിക പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ദാവീദിന്റെ കോട്ടയെ, സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, സ്വർഗത്തിന്റെ വാതിലേ, ഉഷകാല നക്ഷത്രമേ, രോഗികളുടെ ആരോഗ്യമേ, പാപികളുടെ സങ്കേതമേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, പീഡിതരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാഖമാരുടെ രാജ്ഞി, പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദകന്മാരുടെ രാജ്ഞി, കന്യകകളുടെ രാജ്ഞി, സകല വിശുദ്ധരുടെയും രാജ്ഞി, അമലോത്ഭവയായ രാജ്ഞി, സ്വർഗാരോപിതയായ രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, കർമ്മര സഭയുടെ അലങ്കാരമായ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, തിരുസഭയുടെ രാജ്ഞി, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ.
ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടെ സാഷ്ടാംഗം വീണു കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കെല്ലാം ഒരുങ്ങി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും ദേശത്തെ മുഴുവൻ ആശീർവദിക്കുന്ന സമയമാണല്ലോ ഇത്. മുട്ടുമേൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഇതാ കർത്താവ് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന വ്യക്തികളെ വിടുവിക്കുകയാണ്. പിശാചിന്റെ പിടിയിൽ കിടക്കുന്ന ആത്മാക്കളെ വിടുവിക്കുന്ന സമയമാണല്ലോ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഈശോയെ, വിശ്വാസം നഷ്ടപ്പെട്ട മക്കളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേശത്തെ കുടുംബങ്ങളെ കർത്താവേ, നാടിനെ മുഴുവൻ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.